സംഭാഷണം ദനഹാക്കാലം 4-ാം ഞായർ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. എഴുതിയത് ഫാദർ നവീൻ കണ്ടത്തിൽ, OFM കൺവെൻഷൻ. സുവിശേഷത്തിലെ ഏറ്റവും സുദീർഘമായ സംഭാഷണമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. സുവിശേഷത്തിലെ ആദ്യത്തെ മിഷണറി എന്ന് വിശേഷിപ്പിക്കുന്ന സമരിയാക്കാരിയായ സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടുന്നതാണ് ഈ സുവിശേഷ ഭാഗത്ത് നാം വായിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ഭരണം ഏറ്റെടുത്ത നാൾ മുതൽ തൻ്റെ സന്ദേശങ്ങളിലൂടെ പറയാൻ ശ്രമിക്കുന്ന ഒരു വിഷയമാണിത്. ഒരു പുതിയ സംസ്കാരത്തെക്കുറിച്ച്, അതായത് കണ്ടുമുട്ടലിൻ്റെ, സംഭാഷണത്തിൻ്റെ പുതിയൊരു ജീവിത രീതി, പുതിയൊരു സംസ്കാരം നാം തുടങ്ങണമെന്ന് അദ്ദേഹം പലപ്പോഴും പറയാൻ ശ്രമിച്ചു. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ സന്ദേശം ജീവിതത്തിലൂടെ, വാക്കിലൂടെ നമുക്ക് കാണിച്ചു തന്നവനാണ് യേശുനാഥൻ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ ഒരു സ്നേഹ സംഭാഷണത്തിലൂടെ, ഒരു കണ്ടുമുട്ടലിലൂടെ ബഹുദൈവ വിശ്വാസിയായ ഒരു സ്ത്രീയെ ഏകദൈവ സത്യവിശ്വാസത്തിലേക്ക് ആനയിക്കുകയാണ്. നമ്മുടെ സംഭാഷണങ്ങൾ കൂടുതൽ ദൈവികമാകണമെങ്കിൽ അവ എപ്രകാരമായിരിക്കണം എന്നതിനുള്ള ഉദാഹരണം കൂടിയാണ് ഈ സുവിശേഷം. യേശുവിൻ്റെ കാലത്ത് യഹൂദരും സമരിയാക്കാരും തമ്മിൽ ശത്രുതയിലായിരുന്നു. ഒരു യഹൂദനെ സംബന്ധിച്ചൊരു സമരിയാക്കാരൻ വിജാതീയനും ശത്രുവുമായിരുന്നു. അതുപോലെ തന്നെ യഹൂദ റബിമാർ, ഗുരുക്കന്മാർ പൊതുസ്ഥലങ്ങളിൽ വെച്ച് സ്ത്രീകളുമായി സംസാരിച്ചിരുന്നില്ല. ഇങ്ങനെയുള്ള സാമൂഹിക ചുറ്റുപാടുകളും മുൻവിധികളും നിലനിൽക്കെയാണ് യേശുനാഥൻ ഈ സ്ത്രീയുമായി സംസാരിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ സംഭാഷണങ്ങൾ കൂടുതൽ ദൈവീകമാകണമെങ്കിൽ അതിനുവേണ്ട ഒന്നാമത്തെ കാര്യമെന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ദുരാചാരങ്ങളെയും മുൻവിധികളെയും അതിജീവിച്ചുകൊണ്ട് വ്യക്തികളെ വ്യക്തികളായി കണ്ട് അവരോട് സംസാരിക്കാൻ സാധിക്കുമ്പോഴാണ് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതായി ഈ സംഭാഷണം ആരംഭിക്കുന്നത് യേശു തന്നെയാണ്. എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഒരു ആവശ്യത്തിലേക്ക് ഈ സ്ത്രീയുടെ സഹായം യേശു അഭ്യർത്ഥിക്കുകയാണ്. തൻ്റെ സമുദായത്തിന് ശത്രുവും താൻ പൊതുസ്ഥലത്ത് വെച്ച് സംസാരിക്കാൻ പാടില്ലാത്തതുമായ ഒരു സ്ത്രീയോട് സ്വയം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അവളുടെ മുന്നിൽ സ്വയം വിനയപ്പെട്ടുകൊണ്ട് യേശു തന്നെയാണ് ഈ സംഭാഷണം ആരംഭിക്കുന്നത്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ സംഭാഷണങ്ങൾ അത് വീമ്പു പറച്ചിലിൻ്റെയും മേനി പറച്ചിലിൻ്റെയും മാത്രം അവസരങ്ങളായി മാറാറുണ്ട്. എന്നാൽ സ്വയം എളിമപ്പെട്ടുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകുവാൻ നിന്റെ സഹായം കൂടി ആവശ്യമാണെന്ന രീതിയിൽ നമ്മുടെ സംഭാഷണങ്ങൾ മാറുകയാണെങ്കിൽ അവ കൂടുതൽ ഫലപ്രദമാകുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമതായി ഈ സംഭാഷണം മുന്നോട്ട് പോകുന്നത് യേശു ഈ സ്ത്രീയുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ടാണ്. ഞാൻ കൊടുക്കുന്ന ജലം കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീയുടെ ജീവിതത്തിലെ പ്രധാന ആവശ്യമായ ദാഹജലത്തിന് യേശു പരിഹാരം നിർദ്ദേശിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ സംഭാഷണങ്ങൾ അത് ഒച്ചപ്പാടും ബഹളങ്ങളും മാത്രമായി തീരാറുണ്ട്. നമ്മളുമായി സംസാരിക്കുന്നവരുടെയും നാമുമായി ബന്ധപ്പെടാൻ അവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിവുള്ള വിധത്തിൽ അവയ്ക്ക് പരിഹാരം കാണുവാൻ നമുക്ക് സാധിക്കാതെ വരാറുണ്ട്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ കണ്ടുമുട്ടലുകൾ വഴി, നമ്മുടെ സംഭാഷണങ്ങൾ വഴി കഴിവുള്ള വിധത്തിലെല്ലാം മറ്റുള്ളവരെ സഹായിക്കാനായി നമുക്ക് പരിശ്രമിക്കാം. അതുപോലെ തന്നെ യേശുവിൻ്റെ സംഭാഷണത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, യേശുനാഥൻ ഒരിക്കൽ പോലും ഈ സ്ത്രീയെ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്നില്ല. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ വ്യക്തിജീവിതത്തെ സ്പർശിക്കുമ്പോഴും അവളെ കുറ്റപ്പെടുത്തുന്നില്ല. അതുപോലെ ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ യേശു അവളോട് പറയുകയാണ്, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ സമരിയാക്കാരുടെ ആരാധന തെറ്റാണ്.
ഞങ്ങളുടെ യഹൂദരുടെ ആരാധനയാണ് ശരിയെന്ന് പറഞ്ഞത് ആ സ്ത്രീയുടെ വിശ്വാസത്തെ യേശു തരംതാഴ്ത്തി കാണിക്കുന്നില്ല. എന്നാൽ അവളിലുള്ള ചെറിയ പ്രകാശത്തെ ഉത്തേജിപ്പിക്കുകയും അവളുടെ ചെറിയ വിശ്വാസത്തിൽ നിന്ന് യഥാർത്ഥമായ ഏകദൈവ വിശ്വാസത്തിലേക്ക് യേശുനാഥൻ അവളെ നയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സംഭാഷണങ്ങളിൽ നിന്ന് കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും നമുക്ക് ഒഴിവാക്കാം. മറ്റുള്ളവരിലെ നന്മയെ അംഗീകരിക്കുവാനും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അതേസമയം അവരുടെ ജീവിതത്തിലെ തെറ്റുകളെ തിരുത്തിക്കൊണ്ട് ആഴമായ ഒരു വിശ്വാസത്തിലേക്ക് നമുക്കവരെ ആനയിക്കാം. ഈ ആധുനിക ലോകത്തിൽ പലപ്പോഴും കണ്ടുമുട്ടലിൻ്റെയും സംഭാഷണത്തിൻ്റെയും പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ ഒരു പുഞ്ചിരിയിൽ, നമ്മുടെ ഒരു സംഭാഷണം വഴി മറ്റൊരാളുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരെ കണ്ടുമുട്ടുവാനും സംസാരിക്കാനുമുള്ള മടി താനേ മാറും. ഒരിക്കൽ ഞങ്ങൾ മലബാറിൽ ഒരു തിരുപ്പട്ടം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അന്ന് ഡിസംബർ മാസം 31 ആയിരുന്നു. രാത്രിയിൽ ഭക്ഷണം കഴിക്കാനായി ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി. മധ്യവയസ്കനായ ഒരു ചേട്ടനാണ് ഞങ്ങളുടെ അടുത്ത് ഓർഡർ എടുക്കാനായി വന്നത്. ഞങ്ങൾ ഏകദേശം 20ഓളം ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ പല ടേബിളുകളിലായി ഇരുന്നു. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചോദിച്ചത് ചേട്ടനെ ആകെ കൺഫ്യൂഷനിലാക്കി. അദ്ദേഹം ഓരോ ഡിഷസ് ഓർഡർ ചെയ്തു. ഓരോരുത്തരും ഓരോ ഡിഷസ് ഓർഡർ ചെയ്തു. അങ്ങനെ ആ ചേട്ടൻ മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലാണ് ഞങ്ങളുടെ അടുക്കൽ നിന്നും പോയത്. കുറച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ടേബിളിൽ 4 അന്യസംസ്ഥാന തൊഴിലാളികളായ യുവാക്കൾ വന്നിരുന്നു. അവരുടെ അടുത്ത് ഓർഡർ എടുക്കാനായി വന്നതും ഈ ചേട്ടൻ തന്നെയാണ്. അവർ വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കിയില്ല. 4 പേരും പൊറോട്ടയും ചിക്കൻ കറിയും പറഞ്ഞു. അവരുടെ ഓർഡർ എടുത്ത് തിരികെ മടങ്ങാനായി ഒരുങ്ങുമ്പോൾ അവരിലൊരാൾ ആ ചേട്ടനെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ, ഹാപ്പി ന്യൂ ഇയർ. ഇത് കേട്ട് ആ മനുഷ്യൻ്റെ മുഖത്ത് ആദ്യം ഒരു അത്ഭുതം, പിന്നീട് ആ ചേട്ടൻ്റെ മുഖത്ത് ഒരു പ്രകാശം, മുഖത്തൊരു സന്തോഷം. സന്തോഷത്തോടെ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഹാപ്പി ന്യൂ ഇയർ. ആ പുതുവർഷ രാത്രി ഞങ്ങളാർക്കും ചേട്ടൻ്റെ അടുത്ത് ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാൻ സാധിച്ചില്ല. എന്നാൽ അന്യസംസ്ഥാന തൊഴിലാളികളായ ആ യുവാക്കളിൽ നിന്ന് ഹാപ്പി ന്യൂ ഇയർ എന്ന് കേട്ടപ്പോൾ ആ ചേട്ടൻ്റെ മുഖത്തുണ്ടായ സന്തോഷം വളരെ വലുതാണ്. സ്നേഹമുള്ളവരെ, ചെറിയൊരു ആശംസ കൊണ്ട് ഇത്രമാത്രം സന്തോഷം ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ സ്നേഹത്തോടു കൂടിയുള്ള നമ്മുടെ പുഞ്ചിരി, നമ്മുടെ സംഭാഷണം എത്രമാത്രം ശക്തമാണ്. ചാർലി എന്ന സിനിമയിലെ മനോഹരമായൊരു ഡയലോഗുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി അവർക്ക് ചില സർപ്രൈസുകൾ കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ കാണുന്ന ഒരു പ്രകാശമുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്കിങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനും നമ്മളാൽ കഴിയുന്ന വിധം അവരെ സഹായിച്ചുകൊണ്ട് സ്നേഹ സംഭാഷണങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് പുതിയ പ്രകാശം നൽകുവാനും നമ്മിലുള്ള ദൈവീകതയെ അവർക്ക് പകർന്നു കൊടുക്കുവാനും പരിശ്രമിക്കാം.